വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗണിതത്തിൽ നോക്കിയത് എണ്ണൽ സംഖ്യകളുടെ തുകയെക്കുറിച്ചും അതിന്റെ വർഗ്ഗങ്ങളുടെ തുകയും അതുപോലെ തന്നെ ക്യൂബിന്റെ തുകയൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ്. അപ്പൊ അഖണ്ഡ സംഖ്യകളാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഖണ്ഡ സംഖ്യകളെ കുറിച്ച് നോക്കാം. അഖണ്ഡ സംഖ്യകൾ ഏതാണ്? 0, 1, 2, 3 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് അഖണ്ഡ സംഖ്യകൾ. അപ്പൊ അഖണ്ഡ സംഖ്യകൾ തുടങ്ങുന്നത് എന്താണ്? 0 മുതലാണ് അഖണ്ഡ സംഖ്യകൾ തുടങ്ങുന്നത്. എന്നിട്ട് എന്താണ്? ഇൻഫിനിറ്റി, അത് അനന്തമായി നീണ്ടുപോകുന്നു. അപ്പൊ നമ്മൾ എന്താണ് അഖണ്ഡ സംഖ്യ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0 ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0 അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണ്? 0 അഖണ്ഡ സംഖ്യ 0. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3 എന്ന് പറയുന്ന അഖണ്ഡ സംഖ്യകൾ ഒരു 0വും അടുത്ത 1 വരണമെങ്കിൽ എത്ര കഴിഞ്ഞിട്ടായിരിക്കും, എത്ര നമ്പർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 1 വരുന്നത്? അടുത്ത സംഖ്യ വരുന്നത് ഒരു നമ്പർ കഴിഞ്ഞിട്ട് 0-നോടെ 1 കൂട്ടിയാലാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. അതുപോലെ ഈ 1-ന്റെ കൂടെ അടുത്ത നമ്പർ 1-ന്റെ കൂടെ അടുത്ത സംഖ്യ 1-ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2 കിട്ടും. അങ്ങനെ അഖണ്ഡ സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പൊ അഖണ്ഡ സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 1 മനസ്സിലാക്കാം. അടുത്ത നമ്മളിനി പഠിക്കാൻ പോകുന്നത് അഖണ്ഡ സംഖ്യകളെ കുറിച്ച് മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ അഖണ്ഡ സംഖ്യ എഴുതിയാണ് 0, 2, 3, 4 ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ എന്താണ് അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യ ഏത്? അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അഖണ്ഡ സംഖ്യ നമ്മൾ നോക്കുന്നത് ഏതാണ്? 0 മുതലാണ് നോക്കുന്നത് അല്ലെ? അപ്പൊ 0, 1, 2, 3, 4, 5 എന്താണ്? 1, 2, 3, 4, 5. അപ്പൊ അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4 അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യ ഏതാണ്? 4. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള കാര്യം, അഖണ്ഡ സംഖ്യകളുടെ എണ്ണം ചോദിക്കുമ്പോൾ അഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ എണ്ണം പറയുമ്പോൾ എന്ത് ചെയ്യും? 1 പിറകോട്ട് എണ്ണിയാൽ മതി. എത്രാമത്തെ എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്ന സംഖ്യയെ 1 പിറകോട്ട് എണ്ണുക. അപ്പൊ അഞ്ചാമത്തെ അഖണ്ഡ സംഖ്യയാണ് 4. ഇനി ആറാമത്തെ അഖണ്ഡ സംഖ്യ ഏതാണ്? ആറാമത്തെ അഖണ്ഡ സംഖ്യയാണ് 5. മനസ്സിലായോ? ആറാമത്തെ അഖണ്ഡ സംഖ്യയാണ് 5. അതുപോലെ തന്നെ എന്താണ് ഏഴാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഏഴാമത്തെ അഖണ്ഡ സംഖ്യ 1 പിറകോട്ട് കുറയ്ക്കുക. എത്രയാണ്? 6. അപ്പൊ ഏഴാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 6. അപ്പൊ എത്രാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അഖണ്ഡ സംഖ്യയുടെ എണ്ണം ചോദിക്കും? എത്രാമത്തെ എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്നതിന്റെ നേരെ പിറകോട്ടുള്ള സംഖ്യയാണ് എഴുതാറുള്ളത്. അപ്പൊ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് 7 എന്ന് ചോദിച്ചാൽ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? 7 എന്ന് പറയുന്നത് ആറാമത്തെ അഖണ്ഡ സംഖ്യയാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ 5 എന്ന് പറയുന്നത് 4ാമത്തെ അഖണ്ഡ സംഖ്യ, 6 എന്ന് പറയുന്നത് 5ാമത്തെ അഖണ്ഡ സംഖ്യയും 7 എന്ന് പറയുന്നത് 6ാമത്തെ അഖണ്ഡ സംഖ്യയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്താ പറഞ്ഞത് അല്ലെ? നമ്മൾ എത്രാമത്തെ എന്ന് ചോദിച്ചാൽ 1 കുറയ്ക്കുക. ഇപ്പൊ നമുക്ക് 9ാമത്തെ അഖണ്ഡ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 9ാമത്തെ അഖണ്ഡ സംഖ്യ ഏതാണ്? 8. 9ാമത്തെ അഖണ്ഡ സംഖ്യ 8. ഇത് 9 1 കുറച്ചാൽ 8. 8 9ാമത്തെ അഖണ്ഡ സംഖ്യ. എന്നാൽ 9 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ 1 കൂട്ടണം. 9 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? അവിടെ നോക്ക്. 9 വരെ 1, 2, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ 9 എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 3, 4, 5, 6, 7, 8, 9, 10. അങ്ങ് 9 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ എന്ന് വെച്ചാൽ 1 കൂട്ടുക. ഇനി എത്രാമത്തെ എന്ന് വെച്ചാൽ 1 കുറയ്ക്കുക. 9 തന്നെ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണെന്ന് വെച്ചാൽ 9 എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9. അതെന്ന് പറഞ്ഞാൽ 9 എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ എന്ന് വെച്ചാൽ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് 9 എന്ന് ചോദിച്ചാൽ 8ാമത്തെ അഖണ്ഡ സംഖ്യയാണ്. എന്നാൽ 9 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ എന്ന് വെച്ചാൽ 9 വരെ 10 അഖണ്ഡ സംഖ്യകൾ. 9 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ? 10 അഖണ്ഡ സംഖ്യകൾ. എന്നാൽ 9 എന്ന് പറയുന്നത് 8ാമത്തെ അഖണ്ഡ സംഖ്യയാണ്. അപ്പൊ എത്രാമത്തെ എന്ന് വെച്ചാൽ 1 കുറയ്ക്കുക. എണ്ണം ചോദിക്കുകയാണെങ്കിൽ 1 കൂട്ടി പറയുക. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞു നോക്കൂ, 0, 1, 2, 3 അങ്ങനെ നമ്മൾ 10 വരെ എഴുതിയെന്ന് വെച്ചു. 10 വരെ എഴുതി. ഇവിടെ നോക്കുന്നു 10 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ്? എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 1 കുറച്ച് പറയണം. അപ്പൊ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് 10 എന്ന് ചോദിച്ചാൽ 9ാമത്തെ അഖണ്ഡ സംഖ്യയാണ് 10. എന്നാൽ 10 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 വരെ 11 അഖണ്ഡ സംഖ്യകളുണ്ട്. എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 11 അഖണ്ഡ സംഖ്യ. എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് 10 എന്ന് വെച്ചാൽ 9ാമത്തെ അഖണ്ഡ സംഖ്യയാണ്. 10 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ 11 അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് അടുത്തത് 8
8 വരെ എഴുതി. ഇനി നോക്ക്, ഇത് 8 എന്ന് പറഞ്ഞ എത്രാമത്തെ അഖണ്ഡ സംഖ്യ? എത്രാമത്തെ എന്നതിൽ ഒന്ന് കുറച്ച് എഴുതുക. അപ്പൊ 8 എന്ന് പറയുന്നത് 7ാമത്തെ അഖണ്ഡ സംഖ്യയാണ്. എന്നാൽ 8 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി എഴുതുക. 8 വരെ 9 അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് എഴുതുക. അപ്പൊ 8 എന്ന് പറഞ്ഞ 7ാമത്തെ അഖണ്ഡ സംഖ്യയാണ്. 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 9 അഖണ്ഡ സംഖ്യകളുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഖണ്ഡ സംഖ്യകളുടെ തുകയെ കുറിച്ചാണ്. അഖണ്ഡ സംഖ്യയുടെ തുകയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് എണ്ണൽ സംഖ്യയുടെ തുകയും വർഗ്ഗങ്ങളുടെ തുകയൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അഖണ്ഡ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ n into n minus 1/2. n into n minus 1/2 എന്നതാണ് അഖണ്ഡ സംഖ്യയുടെ തുക. അപ്പൊ അഖണ്ഡ സംഖ്യയുടെ തുക കണ്ടെത്താനുള്ള മാർഗം എന്താണ്? n into n minus 1/2. അപ്പൊ നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്തു നോക്കാം. പോകുന്നത് അഖണ്ഡ സംഖ്യയുടെ തുകയാണ്. അത് കണ്ടെത്താനുള്ള മാർഗം n into n minus 1/2 ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് കണ്ടെത്താൻ പോകുന്നത്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. n into n minus 1/2 ആണ്. അപ്പൊ ഇവിടെ അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്. 16 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട് അവിടെ? 16 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞല്ലേ. 16 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് എഴുതണം? ഒന്ന് കൂട്ടണം. ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുക, 16 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത്. എത്രാമത്തെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. എത്രയെന്ന് ചോദിച്ചാൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയുടെ ഒന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 19ാമത്തെ അഖണ്ഡ സംഖ്യ നമ്മൾ നോക്കാം. 0, 1, 2, 3, 4, 5 അങ്ങനെയുള്ള 19 വരെ എഴുതി. അപ്പൊ 19ാമത്തെ, 9ാമത്തെ എത്രാമത്തെയാണ്? 19ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞ ഏതാണ്? ഒന്ന് കുറച്ചെഴുതുക. 19ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞ ഏതാണ്? 18 ആയിരിക്കും. 19ാമത്തെ അഖണ്ഡ സംഖ്യ ഒന്ന് കുറച്ചെഴുതുക, 18 ആയിരിക്കും. ഇനി എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 19 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടായിരിക്കും? നമ്മൾ ഒന്ന് കൂട്ടി എഴുതുക. അതായത് 19 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 20 അഖണ്ഡ സംഖ്യകളുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാതെ അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. 10ാമത്തെ അഖണ്ഡ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രാമത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയ്ക്കുക. 10 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി പറയാം. 11 അഖണ്ഡ സംഖ്യകളെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നത് എങ്ങനെ നോക്കാം. അഖണ്ഡ സംഖ്യയുടെ തുക കണ്ടെത്തുന്ന മാതൃക n into n minus 1/2 ആണ്. അഖണ്ഡ സംഖ്യകൾ എങ്ങനെ കണ്ടെത്താം? തുക എങ്ങനെ കണ്ടെത്താം? n into n minus 1/2. അങ്ങനെയെങ്കിൽ നമുക്കൊരു കണക്ക് ചെയ്തു നോക്കാം. അഖണ്ഡ സംഖ്യ, ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുക. അപ്പൊ n into n minus 1/2. ഇവിടെ നമ്മൾ 16 എന്ന് പറയുന്നത് n-ന്റെ സ്ഥാനത്ത് n is equal to 16. ആദ്യത്തെ 16 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ n എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 16 കൊടുക്കുക. 16 into 16 minus 1/2. എന്നിട്ട് എത്രയാണ്? 16 into നമ്മൾ പറഞ്ഞ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. അപ്പൊ 16 ഈ ബ്രാക്കറ്റിനകത്ത് 16 minus 1 15 ആണ്. അപ്പൊ 16 into 15/2. അപ്പൊ ഇവിടെ 2ഉം 16 കട്ട് ചെയ്ത് പോകും, 8 എന്ന് കിട്ടും. അപ്പൊ 8 into 15 into 8 എന്ന് പറയുന്നത് എത്ര കിട്ടും? 120 എന്ന്. അപ്പൊ ഇതാണ് എങ്ങനെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നത്. അപ്പൊ അഖണ്ഡ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടെത്തും? ആദ്യത്തെ ഇവിടെ നമ്മൾ അഖണ്ഡ സംഖ്യയുടെ തുക കണ്ടെത്തുന്ന മാർഗം എന്ന് പറഞ്ഞാൽ n into n minus 1/2 ആണ്. അവിടെ n എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 16 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 16 into 16 minus 1/2 എന്ന് കിട്ടും. അപ്പൊ 16 into 16 minus 1 വെച്ച് കഴിയുമ്പോൾ 15 കിട്ടും. 16 into 15/2 നമുക്ക് 120 ആൻസർ കിട്ടും. ഇതാണ് അഖണ്ഡ സംഖ്യയുടെ തുക കണ്ടെത്തുന്ന മാർഗം. ഇനി മറ്റൊരു ഇത് നോക്കാം. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുക. അപ്പൊ n 100 ആണെങ്കിൽ അഖണ്ഡ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടെത്തും? n into n minus 1/2 ആണ് അഖണ്ഡ സംഖ്യയുടെ തുക കണ്ടെത്തുന്ന മാർഗം. n എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ 100 into 100 minus 1/2. അതായത് 100 ഗുണം 100 minus 1 ആണ് ആദ്യം ചെയ്യുന്നത്. എത്രയാണ്? 99/2 എന്ന് കിട്ടും. ഇവിടെ 100ഉം 2ഉം വെട്ടിപ്പോവും, 50 എന്ന് കിട്ടും. ബാക്കി 99 into 5 എത്ര കിട്ടും? 490. ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പൊ 4950 എന്ന് ആൻസർ കിട്ടും. ഇതാണ് 4950 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടെത്തുന്നത്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. 0 മുതൽ 20 വരെ എഴുതിയിട്ടുണ്ട്. 0 മുതൽ 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: 0 മുതൽ 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക എങ്ങനെ? 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്. അപ്പൊ നമ്മൾ 20 എന്ന് പറയുന്നത് എത്രാമത്തെ അഖണ്ഡ സംഖ്യ നോക്കിയാൽ മാത്രമേ നമുക്ക് n കിട്ടുള്ളൂ അല്ലെ. n എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകളുടെ n ആണ് അഖണ്ഡ. അപ്പൊ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് 20 എന്ന് പറയുന്നത്? എത്രാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ
20 എന്ന് പറയുന്നത് 19ാമത്തെ അഖണ്ഡസംഖ്യയാണ് അല്ലെ. അഖണ്ഡസംഖ്യയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 20 19ാമത്തെ അഖണ്ഡസംഖ്യയാണ്. ഇനി 20 വരെയുള്ള, അപ്പൊ എത്ര അഖണ്ഡസംഖ്യകൾ, 20 വരെ എത്ര അഖണ്ഡസംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 20 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 20 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? ഒന്ന് കൂട്ടി പറയാ, 21 അഖണ്ഡസംഖ്യകളുണ്ട്. 20 വരെ 21 അഖണ്ഡസംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ അഖണ്ഡസംഖ്യയുടെ തുക കണ്ടെത്തുന്നത് എങ്ങനെയാണ്? n-n-1/2 n നമ്മൾ സ്ഥാനം എന്നിന് നമ്മൾ എന്ത് കൊടുക്കും? എത്ര വരെയുള്ള അഖണ്ഡസംഖ്യ, 20 വരെയുള്ള, ഇപ്പൊ 20 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ എണ്ണമാണ് n എന്ന് പറയും. 20 ഒരു അഖണ്ഡസംഖ്യയുടെ എണ്ണമാണ് n. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20ന് കൂടെ 1 കൂട്ടുക. അപ്പൊ 21 അഖണ്ഡസംഖ്യയിലാണ് 20 വരെയുള്ളത്. അപ്പൊ 21 അഖണ്ഡസംഖ്യയിലാണ് 20 വരെയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ n-ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് n × n-1/2 എങ്ങനെ എഴുതും? n എന്ന് പറയുന്നത് 21 × 21 - 1/2, അതായത് 21 × 20/2 എന്ന് കിട്ടും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും, ഇവിടെ 10 കിട്ടും. അപ്പൊ 210 നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് 20 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ 20 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ടെന്ന് മനസ്സിലാക്കണം. 20 വരെ എത്ര അഖണ്ഡസംഖ്യകളാണ്? ഒന്ന് കൂട്ടി പറയണം. 21 അഖണ്ഡസംഖ്യ 20 വരെ ഉള്ളത്. അപ്പൊ നമ്മൾ n-ന്റെ സ്ഥാനത്ത് 21 കൊടുക്കുക, എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ, 20 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ, അതാണ് നമുക്ക് എഴുതിയത്. ഇനി 100 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ എണ്ണം, 100 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ തുകയാണ്. 100 വരെയുള്ള അഖണ്ഡസംഖ്യകളുടെ തുക എങ്ങനെ എടുക്കും? ഇതുപോലെ തന്നെ n × n-1/2 ആണ്. അപ്പൊ n 100 വരെയുള്ള അഖണ്ഡസംഖ്യ, 100 വരെ, 100 എന്ന് പറയുന്നത് 100 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 100 വരെ 101 അഖണ്ഡസംഖ്യകളാണ്. 100 ഒന്നും കൂടെ കൂട്ടണം. അപ്പൊ 100 വരെ 101 അഖണ്ഡസംഖ്യകളാണ്. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 101 ആണ്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 101 കൊടുക്കാം. 101 × 101 - 1/2. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 101 ബ്രാക്കറ്റിനകത്ത് 101 - 1 100 കിട്ടും, /2. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇനി 50 കിട്ടും. 101 × 50 കിട്ടും. 101 × 5 എന്ന് പറയുന്നത് 505 ആണ്. കൂടെ ഒരു 0 കൂടെ കിട്ടും. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടും? 5050 ആൻസർ കിട്ടും. അപ്പൊ ഇത് വരെയുള്ള എന്ന് പറയുമ്പോഴത്തേക്കും അഖണ്ഡസംഖ്യകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തണം. അത് വരെയുള്ള എന്ന് പറയുമ്പോൾ ഒന്ന് കൂട്ടി എഴുതണം. അഖണ്ഡസംഖ്യയുടെ അത് വരെയുള്ള 20 വരെയുള്ള അഖണ്ഡസംഖ്യ എന്ന് പറയുമ്പോൾ 20 ഒന്ന് കൂട്ടി എഴുതിയാൽ മാത്രമേ അഖണ്ഡസംഖ്യകളുടെ എണ്ണം നമുക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ n-ന്റെ വാല്യൂ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അഖണ്ഡസംഖ്യകളുടെ തുക കണ്ടെത്തുന്ന മാർഗം എന്താണ്? n × n-1/2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഖണ്ഡസംഖ്യയുടെ തുക കണ്ടെത്താനാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, bye from me. Thank you.